ശ്രീ സജീവൻ, ഇപ്പോൾ കയ്യടി കിട്ടാനുള്ള ഒരുപാട് കാര്യങ്ങൾ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. ഇപ്പോൾ നാളെ വട്ടത്തിൽ കുട്ടികളെ ഇരുത്താനുള്ള ആലോചനയിലേക്ക് പോവുകയാണ്. അതായത് ബാക്ക് ബെഞ്ചേഴ്സ് വേണ്ട, വട്ടത്തിൽ എങ്ങനെ 62 കുട്ടികളൊക്കെ ഉള്ള ഒരു ക്ലാസ്സിൽ എങ്ങനെയാണ് വട്ടത്തിൽ ഇരുത്താൻ പറ്റുക എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നു. എത്രത്തോളം പ്രായോഗികമാണെന്ന് അറിയില്ല. നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ അത് ശരിയാണ്. പുറകിൽ കുട്ടികളിരുന്ന് പഠിക്കണമോ, എല്ലാവരും മുന്നിലിരുന്ന് വരട്ടെ എന്നൊക്കെ നമുക്ക് നന്നായി ആലോചിക്കാം. ഇനി ഒരു കുട്ടി ബിരിയാണി വേണമെന്നൊരാഗ്രഹം, കോഴി ബിരിയാണി എന്ന് കൊഞ്ചി പറഞ്ഞപ്പോൾ ഉടനെ നാളെ മുതൽ ആ കോഴി ബിരിയാണി നിങ്ങൾ കൊടുക്കൂ എന്നൊരു ഉത്തരവായി. അപ്പോൾ ഉടനെ കയ്യടിയായി, റീൽസായി, പിന്നെ അതുമേൽ ചർച്ചയായി. കോഴി ബിരിയാണിയുടെ പൈസ ആര് കൊടുക്കും? ഇപ്പോൾ കോഴി ബിരിയാണി കൊടുക്കുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെയാണ് ഓരോ കാര്യങ്ങളും നടക്കുന്നത്. കയ്യടി കിട്ടാൻ കുറേ കാര്യങ്ങൾ അവിടെ ചെയ്യുന്നു. അപ്പോൾ സ്കൂളിൽ വെക്കേഷൻ്റെ കാര്യം ഇപ്പോൾ മാറ്റുന്നതിനെ കുറിച്ച് ചർച്ച ആലോചിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. മഴയത്ത് മഴ സമയം വെക്കേഷനാക്കാം, എന്നിട്ട് വീട്ടിലിരിക്കട്ടെ കുട്ടികൾ, ആ സമയത്ത് ക്ലാസ്സിൽ പോകാൻ ബുദ്ധിമുട്ടല്ലേ എന്ന രൂപത്തിലേക്കുള്ള ചർച്ചയായിട്ടുള്ളൂ. എന്നാൽ പോലും ഈ ചർച്ചകളിലേക്കൊക്കെ പോവുകയാണ്. ഈ ബേസിക്കായ അല്ലെങ്കിൽ ഏറ്റവും പ്രാഥമികമായി വരേണ്ട ഏറ്റവും വലിയ വിഷയങ്ങൾ മറയ്ക്കുകയും അല്ലെങ്കിൽ അതിലേക്ക് ശ്രദ്ധ കൊടുക്കാതിരിക്കുകയും ഈ രൂപത്തിലേക്ക് ചർച്ച കൊണ്ടുപോവുകയും ചെയ്യുകയാണ്. അതിലേക്ക് മാധ്യമങ്ങളും വലിയ രീതിയിൽ വരികയും ചെയ്യുന്നുണ്ട്. ഇതിനെ എങ്ങനെയാണ് അങ്ങ് കാണുന്നത് ശ്രീ സജീവൻ? ഈ ഗുരുതരമായ വിഷയത്തിൽ ഇപ്പോൾ ഈ വിഷയം വ്യത്യസ്തമാകുന്ന മന്ത്രി ഇടപെട്ടിട്ടുണ്ട്. മന്ത്രി ആ കുടുംബം പോയി കാണുന്നുണ്ട്. മന്ത്രി അതിന്മേൽ നടപടിയെടുക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. അവസാനം കോടതി ഉത്തരവുമുണ്ട്. എന്നിട്ട് അതിനെയും കവച്ചു വെക്കുന്ന ഉദ്യോഗസ്ഥ ധാർഷ്ട്യം ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ ആത്യന്തികമായി അതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ്? ഒന്നാമത്തേത്, ഈ വേനലവധി മഴക്കാലത്തേക്ക് മാറ്റണമോ, കുട്ടികൾ വട്ടത്തിലിരിക്കണമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ചർച്ച ചെയ്യാം, വേണം. അത് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സിസ്റ്റത്തിന് വരുന്ന പാളിച്ച. അതാണല്ലോ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് മന്ത്രിമാർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ ഹാരിസ് ഒരു പ്രശ്നം ഉന്നയിച്ചപ്പോൾ, ഒരു വലിയ ഗുരുതരമായ പ്രശ്നം ഉന്നയിച്ചപ്പോൾ അത് സിസ്റ്റത്തിന് വന്ന പാളിച്ചയാണെന്ന് പറഞ്ഞു. എന്നാൽ അദ്ദേഹത്തിന് തന്നെ ഷോക്കോസ് നോട്ടീസും കൊടുത്തു. അപ്പോൾ ഈ പ്രശ്നം ഉന്നയിക്കുന്ന ആൾക്ക് ഷോക്കോസ് നോട്ടീസ് കൊടുക്കുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പോൾ സിസ്റ്റത്തിന് പാളിച്ച ഉണ്ടാകുമ്പോൾ ഉത്തരവാദി? ഈ ഉദ്യോഗസ്ഥന്മാർ സ്വാഭാവികമായിട്ടും കോടതി പറഞ്ഞിട്ട് ഒരു വ്യാഴവട്ടക്കാലം ശമ്പളം കിട്ടാത്ത അധ്യാപികയുടെ കാര്യത്തിൽ ഈ കോടതി പറഞ്ഞിട്ടും മന്ത്രി പറഞ്ഞിട്ടും കൊടുക്കുന്നില്ലെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ പാളിച്ചയാണ്, ഉദ്യോഗസ്ഥൻ്റെ പാളിച്ചയാണ്. പക്ഷേ ഈ സിസ്റ്റത്തിൻ്റെ പാളിച്ചയിൽ ആത്യന്തികമായിട്ടുള്ള ഉത്തരവാദി എന്നുള്ള പദമല്ല പ്രയോഗിക്കേണ്ടത്. കുറ്റവാളി ആരാണ്? തീർച്ചയായിട്ടും എനിക്കതിൽ സംശയമില്ല, ഭരണകൂടം തന്നെയാണ്. ഭരണകൂടത്തിന് അത് UDF ആണോ LDF ആണോ BJP ആണോ എന്നുള്ളതൊന്നുമല്ല പ്രശ്നം. ഭരണകൂടത്തിനെ ഈ സിസ്റ്റം മാറ്റാൻ പറ്റുള്ളൂ. ഇപ്പോൾ റെജി ഇവിടെ പറഞ്ഞല്ലോ, ഈ പൊതുസമൂഹം ഒക്കെ ഇതിലിടപെട്ട് ചെയ്യണം, അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകർ ചെയ്യണം. ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം സിസ്റ്റത്തിന് വരുന്ന പ്രശ്നങ്ങളിൽ ഇപ്പോൾ എന്ത് വന്നാലും ഈ പല ഘട്ടങ്ങളിലും ആളുകളെ സസ്പെൻഡ് ചെയ്യും. ഇപ്പോൾ ഇവിടുന്ന് 3 പേരെ ഇവിടെ സസ്പെൻഡ് ചെയ്തു. അങ്ങനെ ഓരോ ഘട്ടത്തിലും ആളുകൾ സസ്പെൻഡ് ചെയ്യും. 3 മാസത്തേക്കോ 6 മാസത്തേക്കുള്ള സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞാൽ ഇവർ വീണ്ടും ഈ സസ്പെൻഷൻ കാലത്ത് തന്നെ അവർക്ക് അതിൻ്റെ പകുതി ശമ്പളം കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും അവർ തിരിച്ച് വരുന്നു. അത് അവർക്ക് നടപടിയിലേക്ക് പോയിട്ടില്ല എങ്കിൽ, ഇവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടില്ല എങ്കിൽ കിട്ടാത്ത ശമ്പളം കൂടി വീണ്ടും അവർക്ക് കിട്ടുന്നു. ഇങ്ങനെയാണ് സാധാരണ ഇതിൽ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അപ്പോഴും സിസ്റ്റത്തിൻ്റെ പ്രശ്നമുണ്ട്. സിസ്റ്റം മാറ്റണമെങ്കിൽ ആര് മാറ്റണം? ഇവിടെ നമ്മൾ പറഞ്ഞു ഇവരെ പിരിച്ചു വിടേണ്ട. ഇപ്പോൾ മുഹമ്മദ് ഷാ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞാണ് ഈ സസ്പെൻഡ് ചെയ്താൽ പോരെ പിരിച്ചുവിടേണ്ട. പിരിച്ചുവിടാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം അവിടെയാണ്. ഈ നമ്മുടെ സിസ്റ്റം പ്രകാരം, നമ്മുടെ ഇതുവരെയുള്ള നിയമപ്രകാരം അങ്ങനെ എളുപ്പത്തിൽ ഒരാളെ പിരിച്ചുവിടാൻ പറ്റില്ല. അതിന് കുറേ പ്രൊസീജിയറുണ്ട്, അതൊക്കെ നടപ്പാക്കണം. സത്യത്തിൽ ഇവിടെ നിയമം മാറ്റലാണ്. നിയമം മാറ്റണമെങ്കിൽ ആര് മാറ്റണം? ഇവിടെ എന്തിനാണ് ഞാൻ ഭരണകൂടമാണ് കുറ്റവാളി എന്ന് പറയാൻ കാരണം ഇതാണ്. സിസ്റ്റത്തിലെ പിഴവുണ്ടെങ്കിൽ അത് മാറ്റാനുള്ള ഉത്തരവാദിത്വം പൂർണ്ണമായും ഭരണകൂടത്തിന്. കാരണം ഭരണകൂടം എന്ന് പറയുന്നത് ഈ മൊത്തം തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളിൽ ഭൂരിപക്ഷമുള്ള ആളുകളാണല്ലോ ഭരിക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ നിയമസഭയിൽ ഒരു ബില്ല് പാസ്സാക്കിയെടുക്കാൻ ഉള്ള ഭൂരിപക്ഷമുള്ള ആളുകളാണ് ഭരണകൂടത്തിലുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള അവർക്ക് ഈ സിസ്റ്റം തെറ്റാണെങ്കിൽ അത് മാറ്റാൻ പറ്റും. അത് LDFൻ്റെ കാലത്താണെങ്കിലും UDFൻ്റെ കാലത്താണെങ്കിലും ഒക്കെ നമ്മൾ ഉടൻ തന്നെ കൈയൊഴിഞ്ഞേക്കും. ഇത് കുഴപ്പമാണ്. ഇപ്പോൾ ഇവിടെ തന്നെ നോക്കൂ, കോടതി പറഞ്ഞു, മന്ത്രി പറഞ്ഞിട്ട് നടപ്പാക്കാൻ പറ്റിയില്ല. അവസാനം ഇപ്പോൾ ചാരുന്നത് ആരുടെ പേരാണ്? ഈ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ നേരേക്ക് പോകുന്നു. ഇതേപോലെയാണ് ഇപ്പം ഒരു കുട്ടി സ്കൂളിൻ്റെ ചേർന്ന് പോയിട്ടുള്ള വൈദ്യുതി കമ്പിയിൽ തട്ടിയുടെ കുട്ടി മരിക്കുന്നു. അത് സംബന്ധിച്ച് KSEBയുടെ റിപ്പോർട്ട് വന്നു. പ്രശ്നം വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ കണ്ടെത്തൽ. വീഴ്ച സംഭവിച്ചത് കുട്ടിക്ക് വീഴ്ച സംഭവിച്ചാണോ?
കുട്ടി വീണുപോയതാണോ? അല്ലല്ലോ. ഈ വീഴ്ച എന്ന് പറയുന്നത് തെറ്റ്, ഗുരുതരമായ കുറ്റമാണല്ലോ. ആ കുറ്റം, വീഴ്ച എന്നതിന് അല്ല പറയേണ്ടത്, കുറ്റം. ആ കുറ്റം ചെയ്തത് ആരാണെന്ന് കണ്ടെത്താൻ ആ റിപ്പോർട്ടിൽ പറ്റിയിട്ടില്ല. ഇതാണ് ഇവിടുത്തെ സ്ഥിതി. ഇങ്ങനെ നമ്മൾ ഓരോ സംഭവം വരുമ്പോഴും ഒരു റിപ്പോർട്ട് ഉണ്ടാവും. ആ റിപ്പോർട്ട് കഴിഞ്ഞിട്ട് അത് അവസാനം തേച്ച് മാച്ച് കളയുകയല്ല, അത് തേഞ്ഞ് മാഞ്ഞ് പോകും, നമ്മൾ അറിയില്ല. ഓരോ ഘട്ടങ്ങളിലും ഇതാണ് സംഭവിക്കുന്നത്. സിസ്റ്റം മാറ്റണമെങ്കിൽ അതിവിടെയുള്ള ഭരണകൂടം, അതായത് ഭൂരിപക്ഷ ജനപ്രതിനിധികളുടെ പിന്തുണയുള്ള വിഭാഗം, അവർക്ക് നിയമസഭയിൽ പാസ്സാക്കിയെടുക്കാവുന്നതാണ് ബില്ല്. ഇങ്ങനെ പോയാൽ പോരാ, ഇങ്ങനെയുള്ളവനെയൊക്കെ പിരിച്ചുവിടണം. എനിക്കറിയാവുന്ന ഒരാൾ 4 തവണ കൈക്കൂലി വാങ്ങിയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ. ആ ഉദ്യോഗസ്ഥനും ആദ്യത്തെ തവണ സസ്പെൻഷൻ വന്നു, കഴിഞ്ഞ് വീണ്ടും കയറി, അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ വീണ്ടും വേറെ സ്ഥലത്തേക്ക് സ്ഥലം മാറി പോയിട്ട് അവിടുന്ന് കൈക്കൂലി വാങ്ങി, അപ്പോഴും കുറേ കഴിഞ്ഞാൽ പിടിക്കപ്പെട്ടു. അങ്ങനെ 4 തവണ നിന്നിട്ടും ഇപ്പോഴും അദ്ദേഹം ഈ സർക്കാർ സർവീസിൽ തന്നെ ഉള്ള ആളാണ്. അങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതാണ് പ്രശ്നം. നമ്മൾ സിസ്റ്റത്തിനെ കുറ്റം പറയും. സിസ്റ്റത്തിനെ കുറ്റം പറഞ്ഞിട്ട് സിസ്റ്റത്തിൽ പ്രശ്നമുണ്ട് എന്ന് ഈ ജനപ്രതിനിധികളെ അല്ലെങ്കിൽ ഭരണകൂടത്തെ അറിയിക്കുന്ന ആളുകൾക്കെതിരെ നടപടിയെടുക്കുക. അതാണ് ഹാരിസിൻ്റെ പേരിലുണ്ടായിട്ടുള്ളത്. ഡോക്ടർ ഹാരിസ് മെഡിക്കൽ കോളേജിലുള്ള ഈ സാമഗ്രികളുടെ, ചികിത്സാ സാമഗ്രികളുടെയും ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെയൊക്കെ അപര്യാപ്തതയെക്കുറിച്ച് അറിയിക്കുകയാണ്. അത് മന്ത്രിയുടെ PA അറിയിക്കുന്നു, ആരോഗ്യവകുപ്പ് സെക്രട്ടറി അറിയിക്കുന്നു, ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ അറിയിക്കുന്നു. ഇങ്ങനെ എല്ലാം അറിയിച്ചിട്ട് നടപടിയില്ലാതെ വന്നപ്പോൾ അദ്ദേഹം ഗതി കെട്ടിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ, എന്നാൽ പിന്നെ ജനങ്ങളെങ്കിലും അറിയട്ടെ എന്ന് വെച്ചിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴേക്ക് ഇപ്പോഴെന്താണ് അവസാനം സംഭവിച്ച് സിസ്റ്റത്തിനാണ് കുഴപ്പം, ഡോക്ടർ പറഞ്ഞാൽ തെറ്റില്ല എന്ന്. അപ്പം മന്ത്രി പറഞ്ഞു, ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട സമിതിയും പറഞ്ഞു ഡോക്ടർ പറഞ്ഞതൊക്കെ ശരിയാണ്, ഇവിടെ കുഴപ്പം സംഭവിച്ചിട്ട് സിസ്റ്റത്തിനാണ്. എന്നിട്ടോ അദ്ദേഹത്തിന് ഇപ്പോൾ വിശദീകരണം എന്നല്ല പറയേണ്ടത്, കാരണം കാണിക്കൽ നോട്ടീസ്. അത് സിസ്റ്റമാണല്ലോ സജീവൻ, അത് ആ സിസ്റ്റത്തിലൂടെ തന്നെ പോവുകയുള്ളൂ. കാരണം കാണിക്കൽ നോട്ടീസ് ഒന്നും മാറ്റിവെക്കാൻ പറ്റില്ല, അത് അങ്ങനെ കൃത്യമായിട്ട് പോകണമെന്നേ. അതെ, ഓപ്പറേഷൻ മുടങ്ങിയാൽ അതാണ് പറഞ്ഞത്. ആ സിസ്റ്റം അങ്ങനെ പോകും. ഈ സിസ്റ്റത്തിനുള്ള ആണ് തകരാറ് എങ്കിൽ അത് മാറ്റേണ്ടവർ വേറെ ആരുമില്ല. ഇപ്പം ഞാൻ വിചാരിച്ചാൽ മാറുമോ? എൻ്റെ അടുത്ത് ഒരാൾ ഉദ്യോഗസ്ഥൻ കൈക്കൂലി ചോദിച്ചാൽ എനിക്ക് ഏറി വന്നാൽ ചെയ്യാൻ പറ്റുന്നത് വിജിലൻസ് പരാതിപ്പെടുക, എന്നിട്ട് അയാൾ പിടിപ്പിക്കാൻ നോക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് എത്ര പേർക്ക് പറ്റും? ഓരോ തവണയും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ആയുസ്സിൽ അല്ലെങ്കിൽ ജീവിതകാലത്ത് ഒരു 10-100 തവണ ഇതിൽ വിജിലൻസ് പരാതി കൊടുക്കാൻ സമയമുണ്ടല്ലോ. 100 എന്ന് മിനിമം ആയിരിക്കും. ഇവിടെ ഇതൊക്കെ മാറ്റണം. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് നടപടിയെടുക്കുന്നില്ല. നമ്മളിവിടെ നോക്കൂ, ഒരു നിയമവിരുദ്ധമായിട്ട് കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് ശബരിമലയിലേക്ക് ഈ ട്രാക്ടറിൽ പോകാൻ പാടില്ല, ആരും അതിൽ കയറാൻ പാടില്ല, ഡ്രൈവർ അല്ലാതെ ഈ സാധനങ്ങൾ കൊണ്ടുപോകാനല്ലാതെ ഉപയോഗിക്കാൻ പാടില്ല പറഞ്ഞു. നമ്മൾ ആരെങ്കിലും ഞാൻ കയറിയിട്ട് അങ്ങനെ പോകുന്നു, എനിക്ക് തീരെ നടക്കാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ അതിൽ തൂങ്ങിപ്പിടിച്ച് പോയാൽ എന്നെ വെറുതെ വിടുമോ? എനിക്കൊരു ഒരു ഓമന ഉപദേശം തന്നിട്ട് വിടുമോ? ഇവിടെയുള്ള പോലീസിൻ്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തിരിക്കുന്നവരൊരാൾ, അജിത് കുമാർ ഇത് ചെയ്തപ്പോൾ എന്താ ഉണ്ടായിട്ടുള്ളത്? DGP അദ്ദേഹത്തോട് ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവിട്ട് മോനെ എന്ന് പറഞ്ഞു. ഡ്രൈവറെ മാത്രം പ്രതി ചേർത്താണ് എഫ്ഐആർ ഇട്ടത്. കോടതിയിൽ നിന്ന് നല്ല കണക്കിന് കിട്ടിയപ്പോഴാണ് പോലീസ് മാറ്റേണ്ടി വന്നത്. അതാ പറഞ്ഞത്. ഇത് നോക്കൂ, ഈ കയറിയ ഈ പോലീസിൻ്റെ ADGPക്ക് ഒരു പ്രശ്നവുമില്ല. അദ്ദേഹം പറഞ്ഞാൽ ഈ ഡ്രൈവർ അദ്ദേഹത്തെ പറയുമ്പം തന്നെ മൂത്രമൊഴിച്ചു പോകും. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ അയാൾ കയറ്റി കഴിഞ്ഞാൽ അയാൾ കയറി നടപടിയെടുക്കും. ഇതാണ് നമ്മുടെ സിസ്റ്റം. ഈ സിസ്റ്റം മാറ്റുന്നതിന് പകരം ഇദ്ദേഹത്തിന് ഒരു തഴുകൽ കൊടുത്തിട്ട് ഇനി അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്ന ഒരവസ്ഥയാണോ വേണ്ടത്? അപ്പം നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് ഇത് മാറ്റണമെന്ന് തോന്നേണ്ടത് നമുക്കൊന്നല്ല. ചോദ്യമുണ്ട്, എല്ലാം തീരുമാനിക്കാൻ കോടതി ഉണ്ടല്ലോ. കോടതി കണ്ണുരുട്ടുമ്പോൾ അല്ലെങ്കിൽ കോടതി നടപടിയെടുക്കാൻ ആവശ്യപ്പെടുമ്പോൾ നടപടിയിലേക്ക് പോവുക. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് സർക്കാർ എന്നുള്ള ചോദ്യമുണ്ടല്ലോ. Debate with Smriti Parathikkad.